ഒരുക്കുന്നതിനാണ് നമ്മൾ ബ്രാ ഇടുന്നത്, ബ്ലൗസ് ഇടുന്നത്, ഉടുപ്പിടുന്നത്. അപ്പൊ ഇത് ഊരി നോക്കാനുള്ള കൗതുകം കൂട്ടും. മറ്റുള്ളവർക്ക് കാണാൻ കൗതുകം കൂട്ടാനാണ് വസ്ത്രം ഇടുന്നത്. മാറ് കാണിക്കാനുള്ളതാണ് നല്ല, അതിനാണ് മാറുണ്ടാകുന്നത്. കുട്ടിയായിരിക്കുമ്പോ മാറുണ്ടോ? ഇല്ല. അപ്പൊ തയ്യാറാകുന്നതിന് കാണിക്കുന്നതിനാണ് മാറുണ്ടാകുന്നത്. തന്തയ്ക്ക് പറയാന്ന് പറഞ്ഞ എന്താണ്? അച്ഛന് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അമ്മയില്ലാത്ത അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ഭാര്യമാർക്ക് തന്നെ തീരുമാനിക്കാൻ അവകാശമില്ല. എല്ലാ ദിവസവും കാശ് കൊടുത്തിട്ടാണ് ഏർപ്പെടുന്നത് ഈ പുരുഷന്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് അവര്. ഭർത്താവിന്റെ പേരെന്തിനാണ് ഭാര്യയുടെ കൂടെ ചേർക്കുന്നത്? ഭർത്താവിന്റെ വസ്തുവാണത്, സാധനമാണത്. ഭാര്യമാരെന്ന് പറഞ്ഞാൽ അത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളെന്നല്ലേ വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചർച്ചയാ? അതുകൊണ്ടാണ് സ്ത്രീകളെ രണ്ടാന്തരമായിട്ട് പെണ്ണുങ്ങൾ എന്നാ വിളിക്കുന്നത്. അവൻ വെറും ഒരു പെണ്ണാ എന്നാ. പെണ്ണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് മണ്ടിപ്പെണ്ണ എന്നൊക്കെ പറഞ്ഞ് പ്രേംനസീറിന്റെ ചിരിയും കൂണുക്കും ഒക്കെ കണ്ടിട്ടില്ലേ? കുട്ടിയുടെ അച്ഛൻ ആരാണെന്നാ ചോദിക്കുന്നേ, അമ്മ ആരെന്ന് ആരും ചോദിക്കത്തില്ല. കാരണം അമ്മ എല്ലാ അമ്മമാരും പ്രസവിക്കുന്നതുകൊണ്ട് അവരുടെ കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ. പഴയതിനെ ആരാധിക്കുന്ന കഴുതകളുടെ സമൂഹത്തിനെയാണ് ഹെയറാർക്കി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആണുങ്ങളുണ്ടല്ലോ, അപ്പോൾ അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ത്രീ വിരുദ്ധതയോടുകൂടി സംസാരിക്കുന്നത് കേൾക്കാം. ഇപ്പം നമ്മളുടെ ഇടയിൽ ചില ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് വേറൊരു രീതിയിൽ പെൺകുട്ടികൾക്ക് ഒരു വില കൊടുക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കാം. അപ്പോൾ ഇവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തേപ്പ് കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പാരന്റിങ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു സ്ത്രീ വിരുദ്ധത ഉള്ളിൽ വരുന്നത് ചില ആണുങ്ങൾക്ക്? അല്ല, എല്ലാ ആണുങ്ങളും അങ്ങനെ. എല്ലാ ആണുങ്ങളും സ്ത്രീ അങ്ങനെ ആണായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ആണിന് പ്രാധാന്യം നൽകിയ ഒരു സമൂഹത്തിൽ ജനിക്കുന്നവരാ. ജാതി സമൂഹം പോലെ. മേൽജാതിക്കാരും കീഴ്ജാതിക്കാരെന്ന് ഉപയോഗിക്കത്തില്ല. മേൽജാതിയുടെ ഉള്ളവരോട് താഴെയുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലുള്ള അടിമ മനോഭാവത്തോടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അതിനെയാണ് നമ്മൾ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം എന്ന് പറയുന്നത്. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ പുരുഷനല്ലാതാകാൻ ഞാൻ ശ്രമിച്ചാലും അതിൻ്റെ ആനുകൂല്യം എനിക്ക് കിട്ടും. അങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ച് പെരുമാറുന്ന കൊട്ടേഷനകത്ത് നല്ല പുരുഷന്മാർ എന്ന് പറയുന്നവരെ പഴയ സമൂഹത്തിലുള്ളവർ വിളിക്കുന്ന പെങ്കോന്നനാണ്. അതാണ്. അങ്ങനെ അപമാനിതനായ പുരുഷനെയാണ് നമ്മൾ ഇന്ന് മര്യാദയുള്ള പുരുഷൻ എന്ന് കേട്ടത്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ സിസ്റ്റം അറിയേണ്ടതുണ്ട്. അപ്പൊ പഴയകാല ജാതി സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ലിംഗ സമത്വമില്ലാതിരുന്ന സമൂഹത്തിന്റെ അകത്തെ പുരുഷന്മാരുടെ മൂല്യബോധത്തിലാണ് ഈ വീടുകൾ മുഴുവൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളെ രണ്ടാന്തരമായിട്ട് പെണ്ണുങ്ങൾ എന്നാ വിളിക്കുന്നത്. അവൻ വെറും ഒരു പെണ്ണാ എന്നാ. പെണ്ണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് മണ്ടിപ്പെണ്ണ എന്നൊക്കെ പറഞ്ഞ് പ്രേംനസീറിന്റെ ചിരിയും കൂണുക്കും ഒക്കെ കണ്ടിട്ടില്ലേ? ആ ലെവലിലുള്ള സാധനമാണ്. അങ്ങനെയല്ല. പൗരബോധത്തിനകത്ത് ലിംഗപരമായ വിവേചനമില്ലാത്തതാണ്. ജാതി, കാസ്റ്റ് എന്ന് പറയുന്ന സാധനവും തൊഴിലെന്ന് പറയുന്ന സാധനവും മേല് കീഴ് പഠിപ്പിക്കുന്ന വഴിയാണ് വീണ്ടും വിവേചനമുള്ളത്. വിവേചനം നിറഞ്ഞ സമൂഹമായിരുന്നു ഇവർ പഠിപ്പിക്കുന്ന ഈ മൂല്യം. മേല് കീഴ്, താഴോട്ട് അവജ്ഞ വേണം. താഴെയുള്ളവർ അവജ്ഞ, താഴെ ആരാണോ അവരെല്ലാം അവജ്ഞയോട് ആണെന്നുള്ളതിന് സംശയരഹിതമായ അറിവാ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ത്രീകൾക്കറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ രണ്ടാമതരാണ്. ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ആളാണെന്ന് പഠിപ്പിക്കും. പക്ഷെ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവർ പറയുമ്പോൾ അടിച്ചമർത്തേണ്ടതാണ്. എന്താ അത്ര സംശയം? അമർത്തുന്നതാണ് പഴയ മൂല്യബോധത്തിനകത്തെ ശരി. അതുകൊണ്ടായിരുന്നു പണ്ട് എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമായിരുന്നു സ്ത്രീകൾ. ഇവിടെ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലേ? ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് വിളിച്ചിട്ടുണ്ട്. ആ അടിമബോധമാണത്. അടിമബോധം ഉണ്ടായിരിക്കുന്ന ആള്, അതിനെയാണ് നമ്മൾ പ്രജയെന്ന് വിളിക്കുന്നത്. അടിമ, അടിയാളര്, പ്രജ, പൗരൻ, ഇങ്ങനെയാണ് അത് മാറുന്നത്. അപ്പൊ പൗരനാകുമ്പോൾ അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. പ്രജയ്ക്ക് അനുസരണയും അച്ചടക്കവും ലോയൽറ്റി, കൂറ്, ഇങ്ങനെയാണ് മൂല്യങ്ങൾ പറയുന്ന. അതുകൊണ്ടാണ് പറഞ്ഞാൽ അനുസരിക്കണം എന്നാ പഠിപ്പിക്കുന്നത്. പറഞ്ഞാൽ അനുസരിക്കണം, പറഞ്ഞാലല്ല അറിഞ്ഞ് പ്രവർത്തിക്കണം എന്നാണ് പൗരനോട് പറയുന്നത്. അറിഞ്ഞ് പ്രവർത്തിക്കണം, ഇതാണ് മൂല്യം മാറുന്നത്. അപ്പം തിരഞ്ഞെടുക്കാനുള്ള അറിവ് കൊടുക്കണം. അതുകൊണ്ടാണ് കൺസെന്റ് വേണമെന്ന് പറയുന്നത്. അതിനെ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അറിഞ്ഞ് അനുവാദം കൊടുക്കണം. അപ്പൊ അറിഞ്ഞ് അനുവാദം കൊടുക്കുന്നവരെ സൃഷ്ടിക്കുന്നതിന് പകരം പറഞ്ഞാൽ അനുസരിക്കുന്നവരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പഴയകാല വീടുകളിനകത്ത്
ഈ വിഷയങ്ങൾ പഠിപ്പിക്കാൻ സ്കൂളിനകത്തു നിന്ന് കുട്ടികളെ വീട്ടിലേക്ക് വിടേണ്ടത്. പക്ഷെ സ്കൂളിൽ നമുക്ക് ഇതുവരെ അത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ തിരഞ്ഞെടുക്കാൻ അറിയാവുന്ന പൗരബോധമുള്ള തിരഞ്ഞെടുക്കുന്ന ആളുകളെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, പൗരരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ജാതിക്ക് അനുസരിച്ച് ഞങ്ങളുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്നവരാണ് ഉള്ളത്. ഇതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന ജാതിക്കാരെ അവിടെ നിർത്തിയാൽ അവർക്ക് അവർ വോട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ജാതി സമൂഹത്തിന്റെ വോട്ടാണ് ഇപ്പോഴുള്ളത്, അല്ലാതെ പൗരസമൂഹത്തിന്റെ വോട്ടല്ല. ഇത് പഠിപ്പിച്ചേ പറ്റൂ, പരിശീലിപ്പിച്ചേ പറ്റൂ. കാരണം പണ്ടേത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശക്തിയാണ്, ആ ശക്തിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ആ ശക്തിയുടെ പ്രതിനിധിയാണ്, അവതാരമാണ്, ദാസനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു പണ്ട് രാജാവ് നിന്നിരുന്നത്. അയാളെ കാണപ്പെട്ട ദൈവമാണെന്ന് പഠിപ്പിക്കും. അയാൾ തെരുവായിക്ക് എതിർവായില്ലെന്ന് പഠിപ്പിക്കും. പ്രായമുള്ളവരുടെ അറിവാണ് നമുക്കുള്ളതെന്ന് പഠിപ്പിക്കും. പണ്ടത്തെ ഋഷിമാര് കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. ഇന്ന് ഇപ്പോൾ ഉള്ളവർക്ക് ഒന്നും ഋഷിമാരും ആകാനൊക്കത്തില്ല, വിവരവും വരാനൊക്കത്തില്ലെന്നാണ്. പഴയതിനെ ആരാധിക്കുന്ന കഴുതകളുടെ സമൂഹത്തിനെയാണ് ഹെറാർക്കി എന്ന് പറയുന്നത്. ഇപ്പൊ മാരേജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റില് ആ ഒരു എഗ്രിമെന്റ് വരുമ്പോഴേക്കും പരസ്പരമുള്ള ഒരു സ്പേസ് അടച്ചിടുകയാണോ ചെയ്യുന്നത്? സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ജനാധിപത്യപരമായ വിവാഹം. അവിടെയാണ് നമ്മൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ വിവാഹമാണ്, ഇണകളുടെ വിവാഹമാണത്. അമ്മയുടെ അച്ഛൻ്റെയും കുടുംബം കണ്ടിട്ട് നല്ല കുടുംബവും തരക്കാരുമാണോ ജാതിയാണോ മതമാണെന്നോ നോക്കുന്നതല്ല. അതിലേക്ക് റെഡ്യൂസ് ചെയ്യും തിരഞ്ഞെടുത്ത ആൾ പോലും. ഇതാണ് ഇപ്പം നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പ്രണയമില്ല, ഞാൻ പറഞ്ഞ പ്രണയിച്ചിട്ടില്ല ഇതുവരെയും. ഈ ദൂരെ നിന്ന് പശുവിനെ നോക്കുന്ന പോലെ നോക്കുന്നതാണ്. നല്ല പാലുണ്ട് അതിന്, എൻ്റെ വാല് കൊള്ളാം എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ഈ ചന്തയിൽ പോയി തിരഞ്ഞെടുക്കുന്നത് യുക്തി മാത്രമാണ് ഇന്ന് നിങ്ങൾ പ്രണയത്തിനെ പറ്റി പറയുന്നത്. അതല്ല പറയുന്നത്. പരസ്പരം അറിയേണ്ടതുണ്ട്. ഈ ആളിനോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് കാണേണ്ടതുണ്ട്. ആ മേഖല നിഷേധിക്കപ്പെട്ട സമൂഹത്തിനകത്ത് പ്രണയം ഉണ്ടെന്ന് പറയരുത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇന്നത്തെ കാലത്ത് മാരേജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ മാരേജ് എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണ്, അല്ലാതെ ഇപ്പൊ ഉള്ളതല്ല. ഇപ്പൊ ഉള്ള മാരേജ് ആയിട്ടില്ല. ആളുകൾക്ക് എന്തായാലും ലിവിങ് ടുഗദർ ഒന്നും ആലോചിക്കാൻ കൂടെ പറ്റില്ല. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് തെരഞ്ഞെടുത്തവർ തമ്മിലുള്ളതാണ്, അല്ലാതെ ചുമ്മാ ചെയ്യുകയല്ല. പക്ഷെ നമ്മളിപ്പോ പാരന്റ്സിനോട് പറയുകയാണെങ്കിൽ എത്ര പേരന്റ്സിനോട് ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വിവരക്കേട്. നിങ്ങൾ ഹാർട്ട് ഓപ്പറേഷന് പോയാൽ നിങ്ങൾ വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് പോകുന്നത്. അല്ല, പാലം പണിയുന്നതിന് വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതിയോ? ഈ വക്കീല് ആയിട്ട് നിങ്ങൾ ഇവിടെ ഹൈക്കോടതിയിൽ ആർഗ്യൂ ചെയ്യുകയാണ്, എന്നിട്ട് പോയിട്ട് അമ്മയുടെ അച്ഛനോടും ചോദിക്കുകയാണ്, അല്ല ഞാൻ നാളെ എങ്ങനെയാണോ വാദിക്കേണ്ടതെന്ന് ചോദിക്കുവോ? ജഡ്ജി ജഡ്ജിയായിട്ടിരിക്കുകയാണ്, ജഡ്ജി പറയുന്നത് കളക്ടറായിട്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യാനറിയാം, ഇണയെ തിരഞ്ഞെടുക്കാൻ അറിഞ്ഞൂടാ. അത് അങ്ങനെ ഉണ്ടാ? ഇതുകൊണ്ടാണ് വിവരമില്ലാത്ത അമ്മയും അച്ഛനും വളർത്തുന്ന മക്കളുടെ പ്രശ്നമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവരമില്ലാത്തത് ഞാൻ പറയുന്നത് എന്താണ്? മേല് കീഴിലുള്ള മൂല്യബോധമുള്ളവർ ഞങ്ങളാണ് ഈ കുട്ടികളെ വളർത്തുന്നതെന്നാണ്. ഈ മെയിൻ റോഡ് കണ്ടുപിടിച്ചിരിക്കുന്ന അമ്മയച്ഛനുമാണോ? ഹൈസ്കൂള് കണ്ടുപിടിച്ചിരിക്കുന്ന അമ്മയച്ഛനുമാണോ? മലയാള ഭാഷ കണ്ടുപിടിച്ചിരിക്കുന്ന അമ്മയച്ഛനുമാണോ? എന്താണ് ഈ അമ്മയച്ഛനും ഉണ്ടാക്കുന്നത്? ജനിതക അവരുടേതാണോ? ഒന്നുമല്ല, വളരെ കുറച്ച് സമയമാണ്. ആകെപ്പാടെ 10% ഈ അമ്മയച്ഛൻ്റെ റോൾ ഇന്ന്. അവർക്ക് തന്നെ അത് ഗവൺമെന്റ് കാശ് കൊടുക്കേണ്ട സാധനമാണ്. നഴ്സറി പഠിപ്പിച്ചാൽ കാശ് കിട്ടത്തില്ലേ? ഹോട്ടലിൽ ജോലി ചെയ്താൽ കാശ് കിട്ടത്തില്ലേ? വീട്ടിൽ ചെയ്യുന്ന അമ്മയ്ക്ക് ഈ കാശ് എല്ലാം കൊടുക്കുന്നുണ്ടോ? പറ്റിക്കുന്ന സാധനവും കൂടാണ്. അമ്മയും അച്ഛനെന്ന് പറയുന്ന ഒരു തൊഴിലാണ്, നാട്ടിലെ പൗരനെ ഉണ്ടാക്കുന്ന തൊഴിലാണ്. പണ്ട് പ്രജയെ ഉണ്ടാക്കുന്ന തൊഴിലായിരുന്നു. അതാണ് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. അമ്മയും അച്ഛൻ്റെയും റോളെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു അമ്മയും അച്ഛനും കൂടെ അല്ല പണ്ട് മക്കളെ വളർത്തിയിരുന്നത്, ഒരു സംഘമാണ്. കൂട്ടുകുടുംബത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്, കൃഷി കുടുംബത്തിൽ. അതിന് മുമ്പ് നമ്മൾ ട്രൈബിലായിരുന്നു ഉണ്ടായിരുന്നത്. 19 പേര് ചേർന്ന് വളർത്തിയിരുന്നവരുമല്ലേ. 2 പേര് ചേർന്ന് ചെയ്യാൻ പോയപ്പോഴാണ് നമുക്ക് ലോകത്തുള്ള സകല സാധനം വേണം, അപ്പോഴാണ് നമുക്ക് നഴ്സറി വേണം. ഇങ്ങനെ വലിയ സിസ്റ്റമാണിത്. ഈ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞൊരു ആ ഒരു കൺസെപ്റ്റില് ഭാര്യയ്ക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ? അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം, കുട്ടികൾ ഉണ്ടാക്കണം, ഇതൊക്കെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞ സംഭവം, ഭാര്യ എന്ന് പറയുന്നത് പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ്. അല്ലെങ്കിൽ വിധേയപ്പെട്ട് നേരത്തെ പറഞ്ഞ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിനകത്ത് പുരുഷനെ പരിചരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഭാര്യയുടെ തൊഴിലാണ് അത്, അവരുടെ വരുമാന മാർഗമാണത്. അല്ലാതെ വേറെ ജോലിക്ക് പൊക്കൂടാ. അപ്പോൾ
അതുകൊണ്ടാണ് പണ്ട് കാലത്ത് വരുമാന മാർഗം എന്ന് അവർ ജീവിക്കുന്ന എങ്ങനെയാണ്? ചെലവിന് കൊടുക്കാനായിട്ട് കോടതി വിധിക്കത്തില്ലേ? അതാണ് വരുമാന മാർഗം. എല്ലാ ദിവസവും കാശ് കൊടുത്തിട്ടാണ് ഏർപ്പെടുന്നത് ഈ പുരുഷന്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് അവര്. തൊഴിലാളിയാണ് അത്. അതാണ് നിങ്ങൾ കാണാം. നിങ്ങൾ വിചാരിക്കുന്ന അമ്മയുടെ കൊച്ചല്ലത്, അച്ഛന്റെ കൊച്ചാ അത്. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഭർത്താവിന്റെ പേരെന്തിനാണ് ഭാര്യയുടെ കൂടെ ചേർക്കുന്നത്? ഭർത്താവിന്റെ വസ്തുവാണത്, സാധനമാണത്. അല്ല നിങ്ങൾക്ക് അകത്തൊരു ആത്മാവുണ്ടെന്നും അത് തന്നെത്താൻ തീരുമാനിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിവുണ്ടെന്നൊക്കെ പറയാതെ അത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളെന്നല്ലേ വാക്കിന്റെ അർത്ഥം. അത് ശരിയാ. അപ്പൊ അത് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ അതല്ല മൈത്രേയൻ പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നും ഒരു സ്ത്രീ വിരുദ്ധതയോടുകൂടി സംസാരിക്കുന്നത്. സ്ത്രീവിരുദ്ധമായ സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്നത് മുഴുവനും. അതിനകത്ത് ന്യായം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അല്ലെന്ന് പറയുന്നത്. ഭാര്യമാർക്ക് തന്നെ തീരുമാനിക്കാൻ അവകാശമില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ അമ്മയെന്ന് പറയുന്നത് ഭർത്താവിന്റെ എക്സ്റ്റൻഷനാണ്. അല്ലാതെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതല്ല. കുട്ടിയുടെ അച്ഛൻ ആരാണെന്നാ ചോദിക്കുന്നേ, അമ്മ ആരെന്ന് ആരും ചോദിക്കത്തില്ല. കാരണം എല്ലാ അമ്മമാരും പ്രസവിക്കുന്നതുകൊണ്ട് അവരുടെ കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ. പക്ഷെ കുട്ടിയുടെ തന്ത ആരെന്നാണ്. അങ്ങനല്ലേ ചീത്ത പറയുന്നത്? അങ്ങനല്ലേ തന്തയ്ക്ക് പറയാന്ന് പറഞ്ഞ എന്താണ്? അച്ഛന് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അമ്മയില്ലാത്ത അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ കുട്ടിയും അമ്മയുടേതാണ്. അച്ഛന് മാത്രമാണ് കൺഫ്യൂഷൻ ഈ കുട്ടി അവൻ്റെതാണോ എന്ന്. ഇതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത്. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ മൂല്യമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടുകാരോട് ചോദിക്കേണ്ടി വരുന്നത്. അല്ലാതില്ല. നിങ്ങൾ പ്രായപൂർത്തിയായി തന്നെത്താൻ 18-ാം വയസ്സിൽ വോട്ട് കൊടുക്കാനായിട്ട് അവകാശം, ലൈസൻസ് കിട്ടത്തില്ലേ വണ്ടി ഓടിക്കാൻ? 17-ാമത്തെ വയസ്സിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ആയ അമ്മയും അച്ഛനെ അറസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ പൗരനായിട്ടില്ല. പൗരനായി കഴിഞ്ഞാൽ പിന്നെ അമ്മയും അച്ഛനെ അറസ്റ്റ് ചെയ്യുമോ? അതാ മനസ്സിലാക്കേണ്ടത്. ഈ വ്യത്യാസം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടല്ല പ്രണയിക്കുന്നത്. അമ്മയുടെ അച്ഛൻ്റെ അംഗീകാരം തേടേണ്ട ആവശ്യമില്ല. അവരുടെ സ്വത്തടിച്ച് മാറ്റണമെന്ന് വിചാരിക്കുന്ന കഴുതകൾക്ക് മാത്രമേ അത് ആവശ്യമുള്ളൂ. അല്ലാതെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനും സ്വന്തമായി തിരഞ്ഞെടുക്കാനും കഴിവുള്ളവരും അവകാശമുള്ളവരുമാണ്. അവകാശമുള്ളവരാണെന്ന് അറിയേണ്ടവർ. ഈ അവകാശത്തിനകത്ത് ശരിയാണ് നമ്മൾ. അല്ല അമ്മയും അച്ഛനും അല്ല ശരി. അമ്മയും അച്ഛനും തെറ്റുകാരാണ് ജനാധിപത്യത്തിനകത്ത്. അവർ തിരഞ്ഞെടുക്കുന്ന അവര് ഒരു കല്യാണക്കുറി അടിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് അവർ ചെയ്യുന്നത്. ജനാധിപത്യത്തിനകത്ത് അവർക്ക് ചെയ്യാൻ അവകാശമില്ല. അവകാശമില്ലാത്ത തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് അറിയേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അമ്മയുടെ അച്ഛൻ്റെ അനുവാദം മേടിക്കാനായിട്ട് നടക്കുകയാണ്. നാണമുണ്ടോ? അത്രയല്ലേ എനിക്ക് പറയാനുള്ളത്. നാണമുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മൈത്രേന്റെ ഇന്റർവ്യൂവില് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മാറ് കാണാനാണ് ലോക്കറ്റ് ഇടുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണുങ്ങളും ലോക്കറ്റ് ഇടാറുണ്ട്. ഇപ്പൊ നമുക്ക് വിരിമാറെന്നുള്ള കവിത എഴുതുന്നുണ്ടോ? വിരിമാറിലെ ചാഞ്ഞു നിൽക്കാനായിട്ടുള്ള കവിത എഴുതാറുണ്ടോ ഈ നാട്ടിലുള്ളവര്? ഇല്ലേ? അല്ല അതാണ് കോന്തന്മാരായിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞ മൈത്രേന്റെ വ്യൂവിന്റെ പ്രശ്നമല്ലേ? എന്ത് വ്യൂവിന്റെ പ്രശ്നമാണ്? നിങ്ങൾ വസ്ത്രം ഇടുന്നത് നിങ്ങൾക്കല്ല എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നതിനൊന്നും ആയിട്ടില്ല. അതൊക്കെ ഇങ്ങനെ നമ്മളിപ്പോ ഈ പറയുന്ന ജനാധിപത്യ പൗരബോധം വന്ന ആൾക്കാര് ഞങ്ങളുടെ സന്തോഷത്തിനായി വസ്ത്രം ഇടുന്നതെന്നൊക്കെ പറഞ്ഞ് ഫെമിനിസ്റ്റൊക്കെ മനസ്സിലാകുന്നവർ പറയും. ആ പറയുന്നതൊന്നും സാമൂഹികമായി അംഗീകരിച്ചിട്ടുള്ളതല്ല. നമ്മുടെ സന്തോഷത്തിന് ഓരോന്ന് ചെയ്യുകയും അത് നാട്ടുകാരുടെ സന്തോഷമായി ഇരിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മളത് നമ്മുടെ സന്തോഷമാകുന്നത്. ആരും നോക്കുന്നില്ലെന്ന് വെച്ചോ, നിങ്ങളൊരു പുതിയ വസ്ത്രം ഇട്ടാൽ കുഴഞ്ഞു പോകുന്നു, വിഷമാവും. ഇതുകൊണ്ടാണ് നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നത് കൊണ്ടാണ്. പക്ഷെ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ അമ്മയച്ഛനും മാത്രമല്ല. ഇപ്പൊ ഈ മാറ് കാണിക്കുന്ന പറയുമ്പോൾ മാറ് കാണിക്കാനുള്ളതാണ് നല്ല. അതിനാണ് മാറുണ്ടാകുന്നത്. കുട്ടിയായിരിക്കുമ്പോ മാറുണ്ടോ? ഇല്ല. തയ്യാറാകുന്നതിന് കാണിക്കുന്നതിനാണ് മാറുണ്ടാകുന്നത്. അത്ര. അതുകൊണ്ടാണ് അത്. അതുവരെ അത് ലൈംഗിക വസ്തു അല്ല. എന്താണ് കാള പോയി പശുവിന്റെ മാറ് നോക്കാറുണ്ടോ? ഏതെങ്കിലും മനുഷ്യരുടെ മാത്രമുള്ളതാ അത്. മനുഷ്യർക്ക് ആയിട്ടുള്ള ചോദന ഉളവാക്കാൻ എന്ന് പുരുഷന് മറ്റേ പെൺകുട്ടി എന്താണ് വളർന്നു മെച്യൂറായി പക്വത വന്ന എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ലക്ഷണമായതുകൊണ്ടാണ് മാറ് വസ്തുവായത്. അല്ലെങ്കിൽ പാല് കൊടുക്കാൻ മാത്രം ഉള്ളതാണ്. പാല് കൊടുക്കുന്നത് അശ്ലീലമായ കാര്യമാണ്. വസ്തുവായത് മോശമാകുന്നുള്ള അർത്ഥമില്ല.
കാണാനാണ് മാറ്. അത് ഭംഗിപ്പെടുത്തുന്നതിനാണ് നമ്മളിത് ഇടുന്നത്. അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പം അതിന് സവിശേഷത തോന്നത്തില്ല. അതിനാണ് നമ്മളത് ഒരുക്കുന്നതിനാണ് നമ്മൾ ബ്രാ ഇടുന്നത്, ബ്ലൗസ് ഇടുന്നത്, ഉടുപ്പിടുന്നത്. അപ്പൊ ഇത് ഊരി നോക്കാനുള്ള കൗതുകം കൂട്ടും. മറ്റുള്ളവർക്ക് കാണാൻ കൗതുകം കൂട്ടാനാണ് വസ്ത്രം ഇടുന്നത്. അതിനാണ് നമ്മൾ ഒരുങ്ങുന്നത്. മറഞ്ഞിരിക്കുന്നത് കാണാനുള്ള കൗതുകം ഉണർത്തുന്നതിനാണ് വസ്ത്രങ്ങൾ. അല്ലാതെ എന്താണ് വസ്ത്രം ഊരുമ്പോൾ എല്ലാവരും നഗ്നരായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നഗ്നത അനുഭവിക്കത്തില്ല. നമ്മൾ ഒരുങ്ങുന്നതാണ്, മറ്റുള്ളവർക്ക് കാണാനാണ് ഒരുങ്ങുന്നത്. വസ്ത്രം മുഴുവൻ അല്ല, മറച്ചു വെക്കാനല്ല, കൂടുതൽ താല്പര്യം ഉണർത്താനാണ്. ഈ എന്താണ് പർദ്ദയൊക്കെ വരുമ്പോൾ അതിനകത്ത് യുക്തിരാഹിത്യം ഉണ്ടാകുന്ന അങ്ങനെയാണ്. പർദ്ദയുടെ ഒരു ഇതെന്താ ശരിക്കും അത് പുരുഷന്റെ വസ്തുവായി പോയണ്ട. പുരുഷന്റെ വസ്തുവാണ്, വേറൊരാൾക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പുരുഷന്മാർ തീരുമാനിച്ചതിന്റെ യുക്തിക്കകത്താണ്. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയും. പക്ഷെ പർദ്ദയുടെ കള്ളന് സ്വാതന്ത്ര്യം തോന്നുന്ന പോലെയാണ്. മറിഞ്ഞിരിക്കുമ്പോൾ കള്ളന് സ്വാതന്ത്ര്യം തോന്നത്തില്ലേ? അതുപോലെയാണ് ഈ പെണ്ണുങ്ങൾക്ക് ഈ പർദ്ദ ഇടുമ്പോൾ ഒരു സ്വാതന്ത്ര്യം തോന്നുന്നത്. കാരണം വേറെ ആരാന്ന്, നമ്മൾ ആരാന്ന് അറിയാനൊക്കത്തില്ല. അതിന് സ്വാതന്ത്ര്യമുണ്ട്. അത് എന്താണ് ഒരു ഞാൻ അവരെ കണ്ട സമയത്ത് അവർ ഇത് പറഞ്ഞായിരുന്നു. മറ്റേ കമലാദാസ്, മാധവക്കുട്ടി പറഞ്ഞ് ഇടൂ ഈ എന്താണ് ഉത്സവത്തിനൊക്കെ പോകാൻ ഗംഭീര സാധനമാണെന്ന്. കാരണം അവരാണെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കാൻ പറ്റുന്ന കള്ളറുടെ ഒരു ലക്ഷണമല്ലേ, മറിഞ്ഞിരിക്കാൻ പറ്റും. അപ്പം ഇപ്പം നമുക്ക് നിങ്ങളെ ഞാൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കുന്നതിനകത്ത് അസ്വസ്ഥമായ അനുഭവം ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇതിനകത്തൂടെ നോക്കുകയാണെങ്കിൽ അടുത്തിരുന്ന് നോക്കാൻ പറ്റും. ഇതൊക്കെയുള്ള ഇതിനെയാണ് ഇവർ സ്വാതന്ത്ര്യമായിട്ട് വിചാരിക്കുന്നത്. അത് ഒളിച്ചിരുന്ന് നോക്കുന്നവർക്ക് വേണ്ടി അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്രേ അർത്ഥമേ അതിനുള്ളൂ. മറ്റേതങ്ങനല്ല. മറഞ്ഞിരിക്കുന്നത് വഴി കൂടുതൽ നമുക്ക് താല്പര്യമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് വസ്ത്രങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള വസ്ത്രം ഇടണം എന്ന് പറയത്തില്ലേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്? എന്തിനാണ്? ആകർഷിക്കാനാണ്, നമ്മളെ നോട്ടീസ് ചെയ്യാനാണ്.